ചേച്ചി മോള് ഉണ്ടോ അവിടെ? ഇല്ല, മോള് മദ്രാസിലുണ്ട്. ആ ശരി. താനെന്താ മോനെ കൊണ്ടുവരാഞ്ഞ്? മോന് ലീവല്ലേ? വെക്കേഷൻ ആയതുകൊണ്ട് പപ്പയെ കാണാൻ പറഞ്ഞിട്ട് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ എന്താ? ബാംഗ്ലൂർ അനിലിപ്പോൾ അവിടെ ബിസിനസ് ചെയ്യുന്നത്. ഓ, അത് ശരി. ഞാനറിയില്ല. ഞാൻ രണ്ടാളും കൂടെ പോയി മോനോടെ ആക്കിയിട്ട് ഇന്നലെ വന്നേ. നമ്മൾ ഒരുപാട് നാളായി കണ്ടിട്ടല്ലേ. പിന്നെ മൂത്തവൻ ബാംഗ്ലൂർ തന്നെ പഠിക്കുകയാണല്ലോ. ആണല്ലേ. പിന്നെ വേറെന്താ? ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ എല്ലാവരും ഉണ്ട്, ഒറ്റയ്ക്കൊന്നും അല്ല. നായ്ക്കുട്ടികളല്ലേ? നായ്ക്കുട്ടികളുണ്ട്, മോളുണ്ട്, രേണുകയുടെ മോള്. ശരി. കുറേ ഇവിടെയാണ് പഠിക്കുന്ന കുട്ടി? ഇവിടെ ചേർത്തു, സെൻറ്റ് സേവിയേഴ്സ്, സെക്കൻഡ് ഇയർ ബികോം. ഏതാ വർക്ക് ഇപ്പോൾ ചെയ്യുന്നത്? ഞാൻ വടക്കുന്നാഥൻ തീർന്നില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരുപാട് നാളായില്ലേ തുടങ്ങിയിട്ട്. തീർന്നിരിക്കുമെന്ന് വിചാരിച്ചു, തീർന്നില്ല. ഇനിയൊരു 10 ദിവസം വർക്ക് ബാക്കിയുണ്ട്. പിന്നെ ഞാനും ഇപ്പോൾ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്, ശ്രീ മൂവീസിൻ്റെ. നമ്മുടെ സുരേഷ് ഉണ്ണിത്താൻ ചെയ്യുന്നത് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇനി ശരിക്കും ഞാൻ നാളെ പോവാ. സീരിയലപ്പോൾ കുറേ വൈകിട്ടൊക്കെ ഷൂട്ടിങ് വയ്ക്കുമോ ചേച്ചിക്ക്? അങ്ങനെ എനിക്ക് വലിയ താല്പര്യമില്ല ലേറ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ചില ദിവസമൊക്കെ ചിലപ്പോൾ ഒരു 10 മണി വരെയൊക്കെ നിൽക്കുമെന്നല്ലാണ്ട് അങ്ങനെയൊന്നും നിൽക്കാൻ വയ്യ. ഇനിയിപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നിർത്തണമെന്ന് പറയും ഞാൻ. പണ്ടൊക്കെ സിനിമകൾ കുറേ വൈകിട്ടൊക്കെ ഷൂട്ടിങ് വയ്ക്കുകയായിരുന്നു. പണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ സിനിമയാണല്ലോ മലയാളം. മദ്രാസിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി കോൾ ഷീറ്റിന് ഏറ്റവും കുറവ് എമൗണ്ടേ ഉള്ളൂ. അപ്പം 10 to 2 എന്ന് പറയുന്നൊരു കോൾ ഷീറ്റ് ഉണ്ട്. അതായത് 10 മുതൽ 2 മണി. ഞാൻ ഈ ഓടയിൽ നിന്നൊക്കെ വർക്ക് ചെയ്തത് അങ്ങനെയാണ്, രാത്രി ഓടയിൽ നിന്ന്. അപ്പം ഞാനും KR വിജയ ഇങ്ങനെ വീനസ് സ്റ്റുഡിയോ, ഭീം സിംഗിൻ്റെ ഇങ്ങനെ നടക്കും ഞങ്ങൾ കൈയും പിടിച്ച് വർത്താനം ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഞാൻ കിടന്നുറങ്ങുന്ന ഒരു സീനുണ്ട്, ശരിക്കും ഞാൻ ഉറങ്ങിപ്പോയി. ശരിക്കും ഞാൻ ഉറങ്ങുമ്പോൾ ഷോട്ട് എടുത്തു, എല്ലാവരും കൂടി കൈ അടിച്ചപ്പോഴാണ് ഞാൻ ഉണരുന്നത്. അയ്യോ, നാടകത്തിനേക്കാളും കഷ്ടമായിരുന്നു. 71, 2 to 9, 10 to 2, 3 ഷിഫ്റ്റൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടില്ലല്ലോ, വീട്ടിൽ വരുമ്പം വീട്ടിലെ കാര്യങ്ങളില്ലേ, എങ്ങനെ ഉറങ്ങാൻ പറ്റുക? ഇപ്പോഴത്തെ സിനിമയാണ് കുറച്ചുകൂടെ നല്ല സുഖം. പിന്നെ ഭയങ്കര സുഖമല്ല ഇപ്പോഴത്തെ സിനിമ, ഭയങ്കര സുഖമാണ്. ഇപ്പോൾ നമുക്ക് ഡയലോഗ് കാണാതെ പഠിക്കണ്ട, ഒന്നും വേണ്ടല്ലോ. അന്നൊക്കെ അപ്പോഴേ ഡബിങ് ആ സമയത്ത് തന്നെ ആണല്ലേ? ഡബിങ് സ്ട്രൈറ്റ് എടുക്കുകയല്ലേ, ഡബിങ് ഇല്ലല്ലോ. അന്ന് അതൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അത് പിന്നീട് അതെ അതുപോലെ പറ്റില്ല. ഷൂട്ടിങ്ങിന് നമ്മൾ എന്തോരമൊക്കെ ഉഴപ്പാറുണ്ട്, ഡയലോഗൊക്കെ തെറ്റാറില്ലേ, അപ്പോൾ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇപ്പോഴത്തെ സിനിമ വളരെ ഈസി. ഇപ്പോൾ വരുന്നൊരു അസുഖം. പിന്നെ സംശയം എന്താ, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് വന്നവരാ, സിനിമയിൽ കഷ്ടപ്പെട്ട് വന്നവരാ. മോളുടെ ഫോട്ടോല്ലേ ഇത്? ഹസ്ബൻഡ് അല്ലേ? അമേരിക്കയിലാണോ ഇപ്പോൾ? മോളിപ്പോൾ മദ്രാസിലുണ്ട്. മദ്രാസിൽ വീടൊക്കെ കെട്ടി. അപ്പോൾ ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ അങ്ങനെയൊന്നും ഇല്ലടോ. ഞാനൊക്കെ ചില സമയം ലൊക്കേഷനിലായിരിക്കില്ലേ. ഇവിടെ ആവണ സമയത്ത് ചേച്ചിക്ക് ഒറ്റപ്പെടലൊരു സംഭവം ഇല്ല. ഇപ്പം മദ്രാസിൽ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായില്ലേ. എനിക്ക് വർക്കില്ലാത്തപ്പോൾ അങ്ങോട്ട് പോവാമല്ലോ. പിന്നെ കൊച്ചുമോളെ മദ്രാസിൽ പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. മോളിങ്ങോട്ട് സണ്ണില എപ്പോഴും അവിടെ തന്നെ വർക്ക് ചെയ്യണം. ഇവരിനി അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ May 5th പോവുക, എല്ലാവരും കൂടി പോവുക. അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ വരികയും ചെയ്യാം. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. സണ്ണില അങ്ങനെ ടീച്ചിങ് അല്ല, മിഷിഗൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്. അപ്പോൾ ടീച്ചിങ് അല്ലാത്തതുകൊണ്ട് മാർക്കറ്റിംഗ് അതായതുകൊണ്ട് പുള്ളിക്ക് എപ്പോൾ വേണം, എപ്പോഴും ടൂറാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വരാം, പോവാം. അതുകൊണ്ടൊക്കെ അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ആദ്യം അമേരിക്കയിലായിരുന്നപ്പോൾ ഇത്തിരി വിഷമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ലടോ. അല്ല, അവര് മദ്രാസിലായപ്പോൾ ചേച്ചി ഇപ്പോൾ കേരളത്തിലായി. അതറിയില്ല, ഞാനിങ്ങോട്ട് പോകുന്നതിന് ശേഷമല്ലേ മദ്രാസിലേക്ക് വന്നു. അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. മോള് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു കേരളത്തിലേക്ക് വന്നാലെന്താ. ഇപ്പം പ്രശ്നമൊന്നുമില്ല, മോള് അടുത്ത് വന്നല്ലോ, പ്രശ്നമൊന്നുമില്ല. അയ്യോ, തനിക്ക് ചായ ഞാൻ തന്നെ എടുക്കാം. ചായ കുടിക്കാം എന്നിട്ട് ബാക്കി അല്ലേ?
ചായ ചേച്ചി. ഓ എന്ത് സാരം കേട്ടോ? അതോ എന്റെ തടി കണ്ട് ഷുഗർ ഇടുന്നതായി? ഞാൻ കുറച്ച് തടിച്ചു. അത് കണ്ടതിനേക്കാൾ അതെ. ചേച്ചി തടി കളക്കാൻ നല്ല പരിപാടികളും ഉണ്ടോ? കുറയുന്നില്ലടോ, എന്താ ചെയ്യാ? ഇല്ല അല്ലേ? തടി വന്നാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറയ്ക്കണം. സാധനം തടി വെച്ചാൽ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ പ്രാവശ്യത്തെ വിഷു ഇവിടെ തന്നെയാണോ അത് ഷൂട്ടിംഗ് ഉണ്ടോ? ഷൂട്ടിംഗ് ഉണ്ട്. ചേച്ചി സുരേഷ് ഉണ്ണിത്താൻ്റെ കുട്ടിക്കാലത്തുള്ള വിഷു എങ്ങനെയാ? വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒക്കെ അടിപൊളിയായിരുന്നു, പിള്ളേരുടെ ഭാഷയിൽ പറയുകയാണെ. പിന്നെ സിനിമയും ഒക്കെ ആയപ്പോഴത്തേനും ഫാമിലിയും ഒക്കെ ആയപ്പോഴത്തേനൊന്നും പറ്റണ്ടായി. വലിയ ആഘോഷമൊന്നും എപ്പോഴും ഇല്ലടും. സിനിമയിൽ തന്നെ ആഘോഷങ്ങളല്ല അല്ലേ? ചിലപ്പോൾ ലൊക്കേഷനിലെ ചാപ്പാടായിരിക്കും. ചിലപ്പോൾ കുടിച്ചു നോക്കി ചായ. ചൂടാണ്. ചേച്ചി തന്നെയാണോ അവിടെ കുക്കിംഗ് എല്ലാം? ഞാൻ അടുക്കളയിലേ കയറാറില്ല. എപ്പോഴെങ്കിലും ഒന്ന് കയറും. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ്, മട്ടമടാന്നുണ്ടാക്കും, അപ്പോഴേ സ്ഥലം വിടും. ബാക്കി എല്ലാം സഹായിക്കും. ഈ അടുക്കളയിൽ മാത്രം എനിക്ക് പറ്റില്ല. ക്ലീനിങ് ഇഷ്ടമാണ്. ക്ലീനിങ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പച്ചക്കറിയൊക്കെ നടക്കി കൊടുക്കും. നമുക്കിരുന്ന് ചായ കുടിക്കാം, എന്നിട്ട് നമുക്ക് പുഴത്തീരമൊക്കെ ഒന്ന് കാണാം. ശരി. ഇതെന്താ പുഴയാ? എന്റെ ചേച്ചി ഭാഗ്യവതി തന്നെ. നല്ല സ്ഥലം അല്ലേ? നല്ല സ്ഥലം. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇതന്നെ സ്വന്തം വീടല്ലല്ലോ. സ്വന്തം ആക്കുമല്ലോ ഇനി അടുത്ത് തന്നെ. ചേച്ചി എവിടെ വീട് വെക്കുന്നത്? പുഴത്തീര വാങ്ങിയിരിക്കുന്നത്. ആണോ? നല്ല സ്ഥലം. ഇതിന്റെ തൊട്ടടുത്താണ്? തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് പോകണം. മദ്രാസിലാണോ ചേച്ചിക്ക് ഇവിടെ വന്നപ്പോഴാണോ വ്യത്യാസം? എങ്ങനെ വ്യത്യാസം? എനിക്ക് ആദ്യം ഇച്ചിരി പേടി ഉണ്ടായിരുന്നു, ഇവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ജീവിതത്തിൽ മുഖഭാഗം അവിടെ മദ്രാസിലായിരുന്നു. പിന്നെ നമ്മുടെ നാടല്ലേ, നമ്മുടെ നാട് നല്ലതല്ലേ, അന്തരീക്ഷം ഇവിടെ കുറച്ചുകൂടെ സുഖം. പിന്നെ അതിലെ ആലുവ കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ആലുവയാണ്. ഇതാ നേരെ കാണുന്ന അമ്പലമാണ്, അത് ഹനുമാൻ്റെ അമ്പലം. പിന്നെ ആലുവ മണപ്പുറം ശിവന്റെ ഇതൊക്കെ കേട്ടിട്ടില്ലേ? അതില്ല ആ സൈഡില്. അത് ഒരു ക്ലബ്ബാണ്. പിന്നെ അതാ മെയിൻ റോഡ്, പാലം. അമ്പലത്തിലൊക്കെ ദിവസം പോവോ? ദിവസമൊന്നും പോവില്ല, എല്ലാവർക്കും ഇടയ്ക്കൊക്കെ.